വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായിരുന്ന കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കിടയിൽ വീണ്ടും അസ്വാരസ്യങ്ങൾ പുകയുകയാണ്. ഇത്തവണ PJ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ജോസഫ് ഗ്രൂപ്പാണ് ആഭ്യന്തര കലഹത്താൽ ഉയരുന്നത്. UDF-ൽ അനർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഒരു വശത്തും പാർട്ടി നേതൃത്വത്തിന്റെ കുടുംബവാഴ്ച നീക്കങ്ങളോടുള്ള എതിർപ്പ് മറുവശത്തും നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തെയാണ് നേരിടുന്നത്. രാഷ്ട്രീയ തന്ത്രം സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് കടുംപിടുത്തം തുടരുന്നതിനിടയിലാണ് LDF ഘടകകക്ഷി നേതാവായ ജോസ് കെ മാണി PJ ജോസഫിനെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ച് രംഗത്തെത്തിയത്. ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ രക്തത്തിന്റെ ഭാഗമാണെന്നും UDF-ൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംരക്ഷണം നൽകാൻ LDF-ൽ തയ്യാറാണെന്നും ജോസ് വ്യക്തമാക്കിയത് വെറും ഒരു പ്രസ്താവനയല്ല. UDF-നെ തകർക്കാനും ജോസഫ് ഗ്രൂപ്പിലെ അതൃപ്തി മുതലെടുക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനാനുവാദത്തോടെ നടപ്പിലാക്കുന്ന വലിയൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണിത്. പണ്ട് ജോസ് കെ മാണി UDF വിട്ടുപോയപ്പോൾ ജോസഫ് നടത്തിയ നീക്കങ്ങൾ കൃത്യമായ മറുപടി നൽകാനുള്ള അവസരം കൂടിയായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മും ജോസഫ് ഗ്രൂപ്പും തമ്മിലുള്ള ലയനം സാധ്യമല്ലെങ്കിലും ജോസഫിനെ ഒപ്പം നിർത്തി മധ്യ കേരളത്തിൽ UDF-ന്റെ അടിത്തറ തകർക്കുക എന്നതാണ് LDF-ന്റെ ലക്ഷ്യം. ജോസ് കെ മാണിയുടെ ക്ഷണം PJ ജോസഫ് ഗൗരവമായി ആലോചിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ പാർട്ടിക്കുള്ളിലെ രണ്ടാമനായ മോൻസ് ജോസഫ് കടുത്ത അതൃപ്തിയിലാണ്. പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ മോൻസ് മുന്നണി മാറ്റത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നുണ്ട്. UDF-ൽ ഉറച്ചു നിൽക്കണമെന്ന നിലപാടിലാണ് മോൻസും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കളും.